അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞു, നിങ്ങളുടെ ഈ വിചിത്രവാദം ശരിയല്ല. അന്യ സ്ത്രീകൾ വീടുകളിലാണ് നിസ്കരിക്കേണ്ടത്. സ്ത്രീകൾ അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിൽ പള്ളികളിൽ അല്ലാത്ത ഈദ്ഗാഹുകളിൽ പങ്കെടുക്കാൻ പാടില്ല. തെറ്റാണ്, ഹറാമാണ്. ഉലമാക്കളുടെ ഫത്വകൾ വെച്ചുകൊണ്ട് പൂർവീക പണ്ഡിത മഹത്തുക്കൾ ഇമാമുകൾ പറഞ്ഞ ഫത്വകൾ മുൻനിർത്തി ഉലമാക്കൾ പ്രസംഗിച്ചു. മുജാഹിദ് പറഞ്ഞു, പ്രമാണം അറിയാത്തവർ ഈ സ്ത്രീകളെ ഈ കരിപുരണ്ട ജീവിതത്തിന്റെ ഉടമകളാക്കുകയാണ്, അടുക്കള പുഴുവാക്കി തളച്ചിടുകയാണ്. അവരെ സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവരാൻ, നവോത്ഥാന രംഗത്ത് പ്രവർത്തിക്കാൻ മുസ്ലിം സുന്നികൾക്കാവില്ല. ഞങ്ങളാണ് നവോത്ഥാന നായകന്മാർ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ മരിച്ചു കൊണ്ടുപോയി. ഇപ്പൊ എന്തുണ്ടായി? ഇപ്പൊ പരിതപിക്കാണ്. മുജാഹിദുകൾ സങ്കടപ്പെട്ട് കരയാണ്. ഞാൻ പറഞ്ഞില്ല, സക്കരിയാനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം, ഒന്ന് വെച്ചു കൊടുക്ക്. സ്ത്രീകൾ ഇപ്പോ പുറത്തിറങ്ങി പോകുന്നതിനെ കുറിച്ചും അവർ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചൊക്കെ ഇപ്പൊ സക്കരിയ പറയുന്നു. എന്താ, സ്ത്രീകൾക്ക് ഇപ്പോ ശരീരം ഒന്നാകെ മറക്കുന്ന വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല, തയ്യാറല്ല. പിന്നെ അവരിപ്പോ പർദ്ദ ധരിക്കുന്നില്ല, അവർ ചൂരിയും താറുമാണ് ധരിക്കുന്നത്. സക്കരിയ പറയട്ടെ, കേട്ടോളൂ. നമ്മുടെ വസ്ത്രധാരണ രീതി മുജാഹിദുകൾ എല്ലാ രംഗത്തും മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പറഞ്ഞല്ലോ. എന്താ നമ്മളെ വേഷവിധാനത്തിന്റെ കഥ? നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ പർദ്ദയിടാൻ മടിക്കുന്നു. എന്താ, പർദ്ദ പ്രായം തോന്നിക്കൊള്ളൂ, ചുരിദാറിട്ട പ്രായം കുറവ് തോന്നിക്കും. അതുകൊണ്ട് 35-40 വയസ്സുള്ള തള്ളച്ചി പെണ്ണുങ്ങൾ എന്ത് ചെയ്യാണ്? ചൂരിയും താറൂടുകയാണ്. എന്നിട്ട് സൈഡ് ഓപ്പൻ, ഇവിടുന്ന് ഇങ്ങോട്ട് വയറിന്റെ കക്ഷം മുതൽ വയറിന്റെ ഇതുവരെ ഇങ്ങോട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പൻ. എന്നിട്ട് ആ കാല് മുഴുവൻ കനം കുറഞ്ഞ പാന്റും അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി എല്ലാവർക്കും കാണാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ട അപ്പച്ചൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലിക്കൊണ്ടേയിരിക്കണം, കണ്ണ് താത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനത്തെ അവസ്ഥയാപ്പെന്നുള്ളത് ചെല്ലാൻ തുടങ്ങിക്കുന്നത് നിങ്ങൾ ഇപ്പൊ തുടങ്ങണുള്ളൂ, അതാ കുഴപ്പം. അന്ന് ഞങ്ങളെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, പാടില്ല, തെറ്റാണ്. പിശാച് സ്ത്രീകളെ പിന്നാലെ കൂടും. റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഇസ്തശ്റഫഹ ശൈത്താൻ എന്ന. സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയാൽ ശൈത്താൻ അവരുടെ പിന്നാലെ കൂടുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, കണ്ണിയത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉലമാക്കൾ അത് പറഞ്ഞത് തിരിയാൻ നിങ്ങൾക്ക് 85 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. കഴിഞ്ഞില്ല. ഇത് സാധാ അങ്ങാടി പോക്കല്ല, മാർക്കറ്റിലേക്ക് പോക്ക് മാത്രല്ല, പള്ളിയിലേക്ക് പോക്കിനെ കുറിച്ചോ അത് ഇതിലേറെ ഗൗരവമാണ്. സക്കരിയ സലാഹിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം. അയാൾ പറയുന്നു, സ്ത്രീകൾ ഇപ്പൊ ജുമാഅത്തും ജമാഅത്തിനും പള്ളിയിലേക്ക് പോകുന്ന പോലെ എന്താ, ഒരു വാലറ്റ് ബാഗ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് അവിടത്ത് മറക്കാതെ പള്ളിയുടെ ജുമാന്റെ സമയമായ അതാണ് നിസ്കാരക്കുപ്പായിട്ടാണ് പോകും. അത് നിസ്കാരം കഴിഞ്ഞാണ് പുറത്തിറങ്ങി തന്നെ തീരും. എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും നമ്പറുള്ള ഒരു മൊബൈൽ ഉണ്ടാവും. അവളൊക്കെ നമ്മക്കറിയില്ലല്ലോ, മുജാഹിദ് പെണ്ണുങ്ങളെ സ്വഭാവം എങ്ങനെ മൂപ്പരാണല്ലോ പറയേണ്ടത്. കൂടെ കിടക്കുന്നവർക്കല്ലോ രാപ്പനെ അറിയാം. പറയട്ടെ, അയാൾ കേട്ടോളൂ. ഇപ്പൊ പല പെണ്ണുങ്ങളും പള്ളിയിൽ പോകുന്നവര് വെള്ളിയാഴ്ച ജുമാക്കാന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ എന്നിട്ട് വാനിറ്റി ബാഗിൽ മുക്കാൽ കുപ്പായം ഉണ്ടാകും, മുക്കാൽ കൈ പിന്നെ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ വിലസി നടന്നിട്ട് പള്ളിയിൽ ജുമാന്റെ നേരത്ത് ആ മുക്കാൽ കുപ്പായം എടുത്തുകൊണ്ട് പള്ളിക്കാണ് കയറുക. അവിടുന്ന് ഇറങ്ങിയ ആ മുക്കാൽ കുപ്പായം അയച്ചിട്ട് ബാഗിൽ തന്നെ വെക്കുക. സുഗന്ധം പൂശി പൗഡർ ഇട്ട് കൺമശി എഴുതി ആളുകൾ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പോകാൻ പാടുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുണ്ടോ? ഭയങ്കര തെറ്റല്ലേ അത്? അത് നിയന്ത്രിക്കാൻ ആരാ സുഹൃത്തുക്കളെ? നമ്മളല്ലേ നിയന്ത്രിക്കേണ്ടത്? എല്ലാ പെൺകുട്ടികളെ കയ്യിലും മൊബൈലാണ്, എല്ലാ ഓട്ടോറിക്ഷക്കാരെ നമ്പർ പോലെയൊക്കെ ഉണ്ടാവും. ആരോടാ അത് പറയാ? ആരോടാ നമ്മൾ സങ്കടം പറയാ? ആരോട്? ആഫീസിലേക്ക് വിളിച്ചു പറയാ, അല്ലാതെ മാർഗമില്ല. കാരണം ഭയങ്കര തെറ്റല്ലേ എന്നാ ചോദിക്കണേ. തെറ്റാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അന്ന് പറഞ്ഞത്, 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാർ, സഹോദരന്മാരെ, അവരൊക്കെ പറഞ്ഞത് അവരുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് ഞങ്ങൾ കാണിച്ചു തന്നു. ബഹുമാനപ്പെട്ട അല്ലാമാ തഖിയുദ്ദീനുൽ ഹുസ്നിയുടെ കിഫായത്തുൽ അഖ്യാർ മഹാനവറുകൾ പറഞ്ഞു, അതാ ഉമ്മുൽ മുഅ്മിനീൻ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ നൽകിയ ഫത്വ സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്നാണ്. ഈ നാശം പിടിച്ച നമ്മുടെ കാലത്ത് 7-ാം-8-ാം നൂറ്റാണ്ടിലുള്ള കഥയാണ് പറയുന്നത്. അന്ന് തന്നെ എങ്ങനെയാണ് പോകാൻ പറ്റുമോ? മഹാൻ ചോദിച്ചു. എന്നിട്ട് അവർ അവസാനം പറഞ്ഞു, അതുകൊണ്ട്
വസ്സവാബു അൽ ജസ്മു ബിത്തഹരീമി വൽ ഫത്വാ ബിഹി. സവാബ് ശരിയായ അഭിപ്രായം ഈ സ്ത്രീകളുടെ ഈ പുറപ്പാട് ഹറാമാകുന്നു എന്നതാണ് ശരിയായ അഭിപ്രായം. അതുകൊണ്ട് തറപ്പിച്ചു പറയേണ്ടതാകുന്നു. അല്ലാമ തഖിയുദ്ദീൻ അൽ ഹിസ്രി പറഞ്ഞത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എടുത്തു കാണിച്ചു. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫതാവൽ കുബ്രയിൽ പറഞ്ഞു, ഫസ്സവാബു അൽ ജസ്മു ബിത്തഹരീം, പാടില്ല പാടില്ല, അത് ഹറാമാകുന്നു. 85 കൊല്ലക്കാലം അഹ്ലുസുന്നയുടെ ഉലമാക്കൾ മുജാഹിദുകൾക്കെതിരിൽ ഈ ഗ്രന്ഥങ്ങൾ ഉയർത്തി കാണിച്ചു പ്രസംഗിച്ചു.